നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം 100% വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതായത് VVPAT രസീതുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. നിലവിൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുക്കുന്ന 5 EVMകളിലെ VVPAT സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇതിനു പകരം എല്ലാ വോട്ടിംഗ് മെഷീനൊപ്പവുമുള്ള VVPATകളിലെയും സ്ലിപ്പുകൾ എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സന്ദീപ് മെഹ്ത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചത്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന സമർപ്പിച്ച ഹർജിക്കൊപ്പം ഈ ഹർജിയും ടാഗ് ചെയ്തുകൊണ്ടാണ് ബെഞ്ച് ഉത്തരവിറക്കിയത്. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം VVPAT മെഷീനുകൾ എണ്ണാൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും ഒരേസമയം കൂടുതൽ VVPAT വോട്ടുകൾ എണ്ണാൻ അനുവദിക്കുകയും വോട്ടെണ്ണാനായി ഓരോ മണ്ഡലത്തിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്താൽ 5-6 മണിക്കൂറുകൾ കൊണ്ട് മുഴുവൻ VVPAT വോട്ടുകളും എണ്ണാൻ കഴിയുമെന്ന് ഹർജിയിൽ പറയുന്നു. 24 ലക്ഷത്തോളം VVPAT വോട്ടിംഗ് മെഷീനുകൾ വാങ്ങാനായി 5000 കോടി രൂപയോളമാണ് സർക്കാർ ചെലവഴിച്ചത്. എന്നാൽ നിലവിൽ വെറും 20,000-ഓളം EVMകളിലെ VVPAT വോട്ടുകൾ മാത്രമേ എണ്ണുന്നുള്ളൂ. VVPAT എണ്ണിയപ്പോഴുണ്ടായ ഫലവും EVMൽ നിന്നുള്ള ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനാൽ VVPAT രസീതുകൾ പൂർണ്ണമായി എണ്ണണം. കൂടാതെ വോട്ടർക്ക് തൻ്റെ വോട്ട് കൃത്യമായി സ്ഥിരീകരിക്കാൻ അവസരമൊരുക്കണം. ഇതിനായി VVPAT രസീത് സ്വയം ബാലറ്റ് പെട്ടിയിൽ ഇടാൻ വോട്ടർമാരെ അനുവദിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. നിലവിൽ 7 സെക്കൻഡ് സമയം മാത്രമാണ് VVPAT രസീത് വോട്ടർക്ക് കാണാൻ സാധിക്കുക. EVMൽ വോട്ട് രേഖപ്പെടുത്തിയ ഉടൻ മെഷീന് ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന VVPAT രസീത് ചില്ലിലൂടെ നോക്കി മാത്രമേ വോട്ടർക്ക് വോട്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നുള്ളൂ. 7 സെക്കൻഡിന് ശേഷം രസീത് താഴെ സജ്ജമാക്കിയ പെട്ടിയിലേക്ക് സ്വയം വീഴും. മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണനും നേഹ റാത്തി എന്ന അഭിഭാഷകയുമാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്.